ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് കെജ്രിവാൾ തൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചു. ഒരു പക്ഷെങ്കിൽ കവിതയ്ക്ക് തിരിച്ചടി ലഭിച്ച പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷമായി പോയാൽ, ഹർജിയുമായി പോയാൽ തനിക്കും ഈ തിരിച്ചടി ഉണ്ടാകാം എന്ന ഒരു നിയമോപദേശമാകാം അത്തരം തീരുമാനത്തിന് കാരണം. വിചാരണ കോടതിയെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഗൗതം. ഉമേഷ്, അത് തന്നെയാണ് സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ രാത്രിയിൽ നൽകിയ ജാമ്യാപേക്ഷ, ഈ അറസ്റ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് ഇപ്പോൾ സ്വമേധയാ അരവിന്ദ് കെജ്രിവാൾ പിൻവലിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് കോടതി കൈക്കൊണ്ട നിലപാടാണ്. കാരണം കവിത സമാനമായ രീതിയിൽ മദ്യനയ അഴിമതി കേസിൽ തന്നെയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ ആ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ച സുപ്രീം കോടതി വിചാരണ കോടതിയെ സമീപിക്കുക എന്ന നിർദ്ദേശം കവിതയ്ക്ക് നൽകി. സ്വാഭാവികമായും തന്റെ ഹർജിയിൽ മേൽ സുപ്രീം കോടതി ഇതേ വിലയിരുത്തൽ നടത്തും എന്ന കൃത്യമായ ബോധ്യം അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രിക്കായി നൽകിയിരുന്ന ജാമ്യാപേക്ഷ ഇപ്പോൾ വിഡ്രോ ചെയ്തുകൊണ്ടുള്ളൊരു നടപടി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും കുരുക്ക് മുറുകുന്നു എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഇതിലൂടെ ആം ആദ്മി പാർട്ടി ക്യാമ്പുകൾക്ക് ലഭിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ സ്വാഭാവികമായും കെജ്രിവാളിന് ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പെറ്റീഷൻ ഇപ്പോൾ പിൻവലിച്ചുകൊണ്ടുള്ള നടപടി കോടതിയുടെ AAPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതേസമയം 2:30 ഇനിയും കോടതിയിലേക്ക്, റോസ് അവന്യൂ കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും അവിടെ എന്തൊക്കെ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമെന്നതാണ് ഇനിയും ഏവരും ഉറ്റുനോക്കുന്നത്. കെജ്രിവാളിനെ സ്വാഭാവികമായും കസ്റ്റഡി കാലാവധി ആവശ്യപ്പെട്ടുകൊണ്ട് ED രംഗത്തുണ്ടാകും. 2 ആഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വിട്ടു നൽകണം എന്ന നിലപാടാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വയ്ക്കുക. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേഷൻ എന്നത് സുപ്രീം കോടതിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ നൽകിയിരിക്കുന്ന ആ ഒരു പെറ്റീഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു നടപടി കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം കോടതി ഈ രീതിയിൽ എന്തുകൊണ്ട് ED അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ക്ഷീണം മുഖ്യമന്ത്രിക്കും ആം ആദ്മി പാർട്ടിക്കും ഉണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്വമേധയാ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ ഒരു പെറ്റീഷൻ അരവിന്ദ് കെജ്രിവാൾ പിൻവലിച്ചിരിക്കുന്നത്. ഉമേഷ്. യെസ് ഗൗതം, ഇതിനൊരു പശ്ചാത്തലം കൂടി പരിശോധിച്ചാൽ ഇനിയിപ്പോൾ വിചാരണ കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് ഇനി കസ്റ്റഡി ആവശ്യപ്പെടും. സ്വാഭാവികമായും പ്രാഥമികമായി അവിടെ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അതിവിദൂരമാണെന്ന് ഇന്നലെ മുതൽ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡൽഹിയുടെ ഒരു ഭരണ പ്രതിസന്ധി ആം ആദ്മി പറയുന്നത് പോലെ ജയിലിലിരുന്ന് ഭരിക്കുക എന്നത് പ്രായോഗികപരമായും ചട്ടപ്രകാരവും അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ BJP ആവശ്യപ്പെട്ടതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു അല്ലേ? സ്വാഭാവികമായും 2:30 ഈ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കെജ്രിവാളിന് ജാമ്യം നൽകുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സ്വാഭാവികമായും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് സാധാരണ നടപടിക്രമങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം പിന്നീട് ജാമ്യാപേക്ഷയ്ക്കായി കീഴ്ക്കോടതികളെ സമീപിക്കുവാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോഴും ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണ പ്രതിസന്ധി സ്വാഭാവികമായും ആ ഘട്ടത്തിലും രൂപപ്പെടുകയാണ്, ഇപ്പോഴും രൂപപ്പെടുന്നു. കാരണം മുഖ്യമന്ത്രി EDയുടെ കസ്റ്റഡിയിലാണ്. ഇനിയും 1-2 ആഴ്ച ഒരുപക്ഷെ EDയുടെ കസ്റ്റഡിയിൽ തന്നെയാകും അരവിന്ദ് കെജ്രിവാളിന്റെ വരും ദിവസങ്ങൾ. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും. BJP നിലവിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള മുറവിളി ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. ഡൽഹി നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. ദേശീയ തലത്തിലും അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ കെജ്രിവാൾ ജയിലിൽ കിടന്ന് തന്നെ ഭരിക്കാം എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ലഫ്റ്റനന്റ് ഗവർണർ രാഷ്ട്രപതിക്ക് കത്തയക്കുകയും രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഡൽഹി. യെസ് ഗൗതം, ഒരു സുപ്രധാനമായ വിവരങ്ങൾ കൂടി കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. സ്വമേധയാ പിൻവലിച്ചതല്ല ഹർജി. കേസ് ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ലാതെ വിചാരണ കോടതിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് കേസ് പരിഗണിക്കവേ കോടതി തന്നെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ഹർജി പിൻവലിച്ച് വിചാരണ കോടതിയെ തന്നെ സമീപിക്കാൻ തയ്യാറായത്. അതായത് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ആം ആദ്മിക്കും ഡൽഹി മുഖ്യമന്ത്രിക്കും ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഉമേഷ്, നേരത്തെ ഹൈക്കോടതിയും സമാനമായ രീതിയിലുള്ള നിരീക്ഷണമാണ് ഈ കേസിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അന്വേഷണത്തോട് സഹകരിക്കുക എന്ന നിലപാടാണ്
ഹൈക്കോടതിയും സ്വീകരിച്ചത്. സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ നിന്നും ഇതേ രീതിയിലുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എതിരെ നൽകിയ ഈ ഒരു പെറ്റീഷൻ, ഈ ഒരു അറസ്റ്റ് റദ്ദാക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഇഡിയുടെ കടുത്ത നടപടികളിൽ നിന്നും സംരക്ഷണം വേണം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ആം ആദ്മി പാർട്ടി ഇത്തരം ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ നൽകിയത്. ഈ പെറ്റീഷൻ പിൻവലിക്കുവാൻ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഈ കേസിൽ സുപ്രീം കോടതി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം അത് കെ കവിതയുമായി ബന്ധപ്പെട്ടാണെങ്കിലും കീഴ്ക്കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടും കീഴ്ക്കോടതികളിൽ പോയി ഹർജി നൽകുക, അല്ലെങ്കിൽ അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വ്യവസ്ഥയാണ് സുപ്രീം കോടതിയെ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ പെറ്റീഷൻ പിൻവലിക്കുന്നു. അപ്പോഴും വലിയ തിരിച്ചടി എന്ന് തന്നെ വേണം ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും കോടതികളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു ജാള്യത മറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ITO മേഖല മുഴുവൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്തുന്നു. ഡൽഹി നമുക്കറിയാം, അവർക്ക് സംഘടനാ തലത്തിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. ആം ആദ്മി പാർട്ടി രൂപപ്പെട്ടത് തന്നെ ഡൽഹിയിലാണ്, ഭരണം കൈകളിലുണ്ട്. അതിനാൽ ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുള്ള പ്രതിഷേധ പരിപാടികളാണ് രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കോടതിയിൽ നിന്നും തിരിച്ചടിയോട് തിരിച്ചടി ഏൽക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിൽ കൂടി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന് കൂടുതൽ ഊർജം പകരുന്ന പ്രവർത്തനങ്ങൾ AAP നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം ഉയരുന്നത് ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും ഉയർത്തി കാണിക്കുവാൻ AAPക്ക് ഉണ്ടോ, അതോ രാഷ്ട്രപതി ഭരണത്തിന് പച്ചക്കൊടി കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആം ആദ്മിയുടെ നേതൃത്വത്തിൽ നടക്കുമോ എന്നൊക്കെയുള്ളതാണ്. ഇന്ന് രാവിലെ ഒരു വിഭാഗം AAP നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി സുനിതയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ കെജ്രിവാൾ രാജിവെച്ചാൽ സുനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നൊക്കെയുള്ള ചില ഔദ്യോഗികമല്ലാത്ത അനൌദ്യോഗികമായ ചില വാർത്തകൾ AAP ക്യാമ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയുടെ രണ്ടാം നിരയിലുള്ള നേതാക്കന്മാർക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചാൽ പാർട്ടി പിളരുന്നതിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. അത് ആം ആദ്മി പാർട്ടിയുടെ പൂർണ്ണമായ പതനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാകും. അതിനാലാണ് മറ്റൊരു മുഖത്തെ നിലവിൽ ഉയർത്തി കാണിക്കാതെ അരവിന്ദ് കെജ്രിവാൾ തന്നെ തുടരും, അല്ലെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ തുടരും എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകൾ, ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ AAP നേതാക്കൾ നടത്തുന്നത്. മറ്റൊരു നേതാവിനെ ഉയർത്തി കാണിക്കുവാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നില്ല. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. ഭഗവത് മാൻ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കും എന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിൽ നിലവിൽ ഏറ്റവും സീനിയർ എന്നത് പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവത് മാനാണ്. മറ്റു നേതാക്കളെല്ലാം ജയിലിലായി കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ കഴിഞ്ഞാൽ പിന്നീട് മറ്റ് നേതാക്കളായി വരുന്നത് സഞ്ജയ് സിംഗ്, അതോടൊപ്പം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മനീഷ് സിസോദിയ തുടങ്ങിയവരാണ്. സിസോദിയയും സഞ്ജയ് സിംഗും ഇപ്പോൾ കെജ്രിവാളും ജയിലിലാണ്. അതിനാൽ ഇനിയും പുറത്തു നിൽക്കുന്ന സീനിയർ നേതാക്കളിൽ ഒരാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവത് മാനാണ്. അതിനാൽ ഭഗവത് മാൻ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ സ്ഥാനം കൂടി ഏറ്റെടുത്തേക്കാം. പക്ഷെ അപ്പോഴും ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരാളെ ഉയർത്തി കാണിക്കുവാൻ അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മിക്കോ സാധിക്കുന്നില്ല. ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറുഭാഗത്ത് BJP വലിയ പ്രതിഷേധം നടത്തുകയാണ്. ഒരു കാരണവശാലും ജയിലിൽ കടന്നുള്ള ഭരണം അനുവദിക്കില്ല എന്ന നിലപാടിൽ മുഖ്യ പ്രതിപക്ഷമായ BJP നിൽക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധവും ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ ഡൽഹി മദ്യനയ അഴിമതി നമുക്കറിയാം. 2021 പുതിയ എക്സൈസ് നയം മുന്നോട്ട് വയ്ക്കുകയും ആ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ 580 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന്